Hi students, welcome to the first lecture of Module 2 in the course ME 401 Design of Machine Elements 1 for the 7th semester B.TECH Mechanical Engineering students under K2 2015 scheme. So, ഇവിടെ ഈ ലെക്ചറിൽ നമ്മൾ മൊഡ്യൂൾ 2 ആണ് ME 401 മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 2. സോ മൊഡ്യൂൾ 2ൻ്റെ ഫസ്റ്റ് ലെക്ചറാണ്. അപ്പം ഒരു ഓവർ വ്യൂ പറയുകയാണെങ്കിൽ മൊഡ്യൂൾ 2ൽ നമുക്ക് രണ്ട് പാർട്സ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഡിസൈൻ എഗനിസ്റ്റ് സ്റ്റാറ്റിക് ലോഡിങ്ങും ഉണ്ട്, ഡിസൈൻ എഗനിസ്റ്റ് സ്റ്റാറ്റിക് ലോഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഡിസൈൻ എഗനിസ്റ്റ് ഫറ്റിക് ലോഡിങ്ങും ഉണ്ട്. സോ അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റാറ്റിക് ലോഡ്, എന്താണ് ഫറ്റിക് ലോഡ് എന്ന് അറിയണം. അപ്പം as the name indicates, static means some sort of stationary meaning or it is not changing. നമുക്കറിയാം ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് സം മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് സം ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ടൈമിന് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2ൻ്റെ ഫസ്റ്റ് ഹാഫ് മുഴുവനും നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്റ്റാറ്റിക് ലോഡിങ്ങിനെ പറ്റിയായിരിക്കും. ദെൻ സെക്കൻഡ് പാർട്ട് ഡീൽ ചെയ്യുന്നത് ഫറ്റിക് ലോഡിങ്. അപ്പം സ്റ്റാറ്റിക് ലോഡിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫറ്റിക് ലോഡിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ എളുപ്പമായി. ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ രണ്ടുമോ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫറ്റിക് ലോഡിങ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റാറ്റിക് ലോഡിങ്ങിൽ തന്നെ ഡിസൈൻ സ്റ്റാറ്റിക് ലോഡിങ്ങിൽ എങ്ങനെ ക്യാരിഡ് ഔട്ട് ചെയ്യണം, അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും തിയറീസ് ഓഫ് ഫെയിലിയർ ആണ്. തിയറീസ് ഓഫ് ഫെയിലിയർ. സോ ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് ഇത് ഇപ്പോഴത്തെ S7 മെക്കാനിക്കൽ സ്റ്റുഡൻസ് DME 1 ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 മൊഡ്യൂൾ 2 പഠിക്കുന്നതെങ്കിൽ ഇതേ ടോപ്പിക്ക് പുതിയ K2 ദാറ്റ് മീൻസ് 2019 സ്കീമിലെ S3 സ്റ്റുഡൻസ് MET 201 ദാറ്റ് ഈസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ 5th മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. സോ അവർക്ക് 5 മൊഡ്യൂളാണുള്ളത്. 5ാമത്തെ മൊഡ്യൂളിലെ ഒരു പെർട്ടിക്കുലർ പോർഷനാണ് എന്തെന്ന് പറയുന്നത്, തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. സോ ഈ ലെക്ചർ ഇപ്പോഴത്തെ കറണ്ട് S3 സ്റ്റുഡൻസിനും അതുപോലെ തന്നെ S7 സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. സോ അപ്പം ഞാൻ സ്റ്റാറ്റിക് ലോഡിങ് എന്താണെന്ന് പറഞ്ഞു. സ്റ്റാറ്റിക് ലോഡിങ്ങിൽ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് തിയറീസ് ഓഫ് ഫെയിലിയർ ആണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ തിയറീസ് ഓഫ് ഫെയിലിയർക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു മെറ്റീരിയൽ, ഇപ്പം നമുക്ക് മെറ്റീരിയൽസ് മെയിനായിട്ട് നമുക്കറിയാം, നമുക്ക് ഡക്റ്റൈൽ മെറ്റീരിയലുണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടിൽ മെറ്റീരിയലുണ്ട്. ഡക്റ്റൈൽ മെറ്റീരിയൽ മീൻസ് നമ്മൾ ലോഡ് കൊടുക്കുന്നതോറും ഇലോങ്ങേറ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് നമ്മൾ എന്താ പറയുന്നത്, ഡക്റ്റൈൽ എന്ന്. അത് ഇലോങ്ങേറ്റ് ചെയ്ത് ഈൽഡ് ചെയ്ത് പൊട്ടുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കൊടുക്കുന്നതും പൊട്ടിപ്പോകുന്നതും, ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന പോയിന്റ് മാത്രമേ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കാസ്റ്റ് അയണൊക്കെ വരുന്നത് ബ്രിട്ടിൽ മെറ്റീരിയൽസിനകത്താണ്. സോ ഡക്റ്റൈൽ മെറ്റീരിയലിനെ സംബന്ധിച്ച് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുന്നത് അല്ലെങ്കിൽ ബ്രിട്ടിൽ മെറ്റീരിയലിനെ എങ്ങനെയാണ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഡക്റ്റൈൽ അല്ലെങ്കിൽ ബ്രിട്ടിൽ മെറ്റീരിയൽ ബിഹേവ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, UTMൽ നമ്മൾ ടെൻഷൻ ടെസ്റ്റ്, യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് മെറ്റീരിയലും ഡിസൈൻ ചെയ്യണമെങ്കിൽ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാര്യം ആ സ്ട്രെങ്തിനെ എക്സീഡ് ചെയ്യുന്ന ഒരു സ്ട്രെസ്സാണ് എൻ്റെ സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റീൽ യൂസ് ചെയ്യുക. സ്റ്റീലിനെ സംബന്ധിച്ച് അതിൻ്റെ ഈൽഡ് പോയിൻറ്റ് ഞാൻ പറയുന്നു ഒരു 350 മെഗാ പാസ്കലാണെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സ് 400 മെഗാ പാസ്കലാണെങ്കിൽ എനിക്ക് സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ ഈ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം 350 എക്സീഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്ത് പറ്റും, ഈൽഡിങ് പെർമനൻറ്റ് ഡീഫോർമേഷൻ ഉണ്ടാകും. പെർമനൻറ്റ് ഡീഫോർമേഷൻ ഉണ്ടായാലുള്ള പ്രശ്നം എന്താണ്, ആ മെറ്റീരിയലിന് അതിൻ്റെ ഫങ്ഷൻ, അതിന് ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിനെയും ബ്രിട്ടിൽ മെറ്റീരിയലിനെ പറ്റിയുള്ള ഡീറ്റെയിൽ സ്റ്റഡി നടത്തുന്നത് നമ്മളെന്താണ്, യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റ് വഴി സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുന്നു. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസിൻ്റെ ബിഹേവിയറും നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇവിടെ ഞാൻ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ വരച്ചിട്ടുണ്ട്.
അപ്പം ഈ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈൽഡ് പോയിന്റും മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ അൾട്ടിമേറ്റ് പോയിന്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈൽഡ് പോയിന്റ് വരെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈൽഡ് പോയിന്റ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ പോയിന്റ് വരെയും അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ റീജിയനിലെ മെറ്റീരിയലിന് ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ പോയിന്റ് വരെ ഞാൻ ലോഡ് ചെയ്യുകയാണെങ്കിലും മെറ്റീരിയലിന് സം എമൗണ്ട് റീഗെയിൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എന്നാൽ ഈൽഡ് പോയിന്റിനെ എക്സീഡ് ചെയ്ത് ഞാനൊരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ അവന് പിന്നീട് പെർമനൻറ്റ് ഞാൻ എത്ര ലോഡ് കൊടുത്തു കഴിഞ്ഞാലും അവന് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് ഡിഫോർമേഷൻ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് പ്ലാസ്റ്റിസിറ്റി മാത്രമാണ് ഈൽഡ് പോയിന്റ്. ഈ റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി മാത്രമേ ഉള്ളൂ, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിസിറ്റി ഉണ്ടായുള്ള പ്രശ്നം എന്താ? ഇതിനേക്കാൾ ഒരു ഹയർ വാല്യൂ ഓഫ് സ്ട്രെസ് മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്താൽ ദാറ്റ് മീൻസ് ആ മെറ്റീരിയലിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് പെർമനൻ്റ് ആയിട്ടും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതിനൊരിക്കലും അത് റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, കണക്റ്റിംഗ് റോഡ് ഡിസൈൻ ചെയ്തു. കണക്റ്റിംഗ് റോഡാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. അപ്പോൾ കണക്റ്റിംഗ് റോഡിനെ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്തിനും എബോവ്, ഇപ്പോൾ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ വെച്ചാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. അതിന് ഈൽഡ് സ്ട്രെങ്ത്തിനേക്കാളും മുകളിലാണ് വരുന്നതെങ്കിൽ കണക്റ്റിംഗ് റോഡ് ചിലപ്പോൾ ബെൻഡ് ചെയ്തു പോകും. ബെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സൈക്കിളിൽ അവന് കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം, പിസ്റ്റനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, പിസ്റ്റൺ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തില്ല. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിനെ സംബന്ധിച്ച് എപ്പോഴും അതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അതിൻ്റെ ഈൽഡ് പോയിൻ്റാണ്. സോ ഡക്റ്റൈൽ മെറ്റീരിയൽ, അതുകൊണ്ടാണ് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഫെയിലിയറിനെ നമ്മൾ പറയും ഈൽഡിങ് ഫെയിൽ എന്ന് പറയും. ഈൽഡിങ് ഫെയിലിയറാണ്, അത് ഇലോങ്ങേറ്റ് വലിഞ്ഞു പൊട്ടുന്നതാണ്. അപ്പം ലിമിറ്റിംഗ് കേസ് എവിടെ വരെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ്? ഈൽഡ് പോയിൻ്റാണ്. എന്നാൽ ബ്രിട്ടിൽ മെറ്റീരിയലിനെ സംബന്ധിച്ച് നമുക്കറിയാം, ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം നോക്കുവാണെങ്കിൽ നമുക്കറിയാം ലോഡ് അപ്ലൈ ചെയ്യുന്നു, പൊട്ടുന്ന ഒരു പോയിന്റ്. സോ ആ പൊട്ടുന്ന ആ മാക്സിമം പോയിൻ്റാണ് നമ്മൾ അവിടെ എന്തായിട്ട് എടുക്കുന്നത്? അതിൻ്റെ അൾട്ടിമേറ്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്, അൾട്ടിമേറ്റ് വാല്യൂ. സോ ബ്രിട്ടിൽ മെറ്റീരിയലിനെ സംബന്ധിച്ച് അത് ഫ്രാക്ചർ ഫെയിലറാണ്. അത് അൾട്ടിമേറ്റ് പോയിൻ്റാണ് അവൻ്റെ എന്ത് ചെയ്യുന്നത്? മാക്സിമം സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോയിന്റ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഡക്റ്റൈൽ മെറ്റീരിയലിന് ഈൽഡ് പോയിന്റും അതുപോലെ ബ്രിട്ടിൽ മെറ്റീരിയലിന് അതിൻ്റെ അൾട്ടിമേറ്റ് പോയിന്റുമാണ് നമ്മൾ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിലേക്ക് വരുവാണ്, ഒരു മെഷീൻ കമ്പൗണ്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഈ 2 കർവുകളും വരയ്ക്കുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റിനെ. യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഞാനൊരു ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബോഡിക്ക് ഞാനൊരു യൂണിയാക്സിയൽ ഡയറക്ഷനിൽ ഒരു ലോഡ് സേ പി എന്ന് പറയുന്ന ഒരു ലോഡ് അപ്ലൈ ചെയ്തു. സോ ഈ ബോഡിയെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഒന്നെങ്കിൽ ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്യാൻ പറ്റും. കാര്യം ഇതെന്ന് പറയുന്നതൊരു സിംഗിൾ ലോഡിംഗ് സിസ്റ്റമാണ്, സിംഗിൾ ആക്സിയൽ ലോഡിംഗ് ആണ്. അത് ടെൻഷനോ കംപ്രഷനോ ആവട്ടെ, ഇതിപ്പോൾ ടെൻഷനാണ് വരച്ചത്. അപ്പോൾ ഇതൊരു യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റാണ്. അപ്പോൾ യൂണിയാക്സിയൽ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫെയിലിംഗ് പോയിന്റ് ഓർ ഫ്രാക്ചർ പോയിന്റ്, ഫെയിലിയർ പോയിന്റ് എനിക്ക് ഈൽഡ് പോയിന്റോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പോയിന്റോ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഞാനൊരു കോംപ്ലക്സ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. കോംപ്ലക്സ് സിസ്റ്റം മീൻസ് ഇപ്പോൾ ഇതിനകത്ത് certain amount of P1, ഇവിടെ വേറൊരു ലോഡ് P2, ഇവിടെ ഞാനൊരു ബെൻഡിങ് മൊമെൻറ്റ്, ഇവിടെ ഞാനൊരു ടോർക്ക്, ഇവിടെ അനദർ ഫോഴ്സ് P3, ഇവിടെ അനദർ ഫോഴ്സ് P4 ഒക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നു. സോ ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് ലോഡിംഗ് അല്ല, ഒന്നിൽ കൂടുതൽ ലോഡുകൾ വന്നിട്ടുണ്ട്. അത് ഒന്നും എന്തിന് ഈക്വലൻ്റ് അല്ല? ഈ ടെൻഷൻ ഫോഴ്സിന് ഈക്വലൻ്റ് അല്ല, അല്ലേ? ഇവിടെ ടെൻഷൻ ഫോഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ടെൻഷൻ ഫോഴ്സ് മാത്രമേ ഒരു കമ്പോണൻറ്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം അല്ലെങ്കിൽ യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിലൊരു കോംപ്ലക്സ് സിസ്റ്റം വരുവാണ്. ഇപ്പോൾ ഈ ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിൽ ഞാൻ ഒരു പെർട്ടിക്കുലർ ഇവിടുന്ന് ഒരു എലമെൻറ്റ് കട്ട് ചെയ്യുന്നു. ആ എലമെൻറ്റ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ എലമെൻറ്റിൽ പല ടൈപ്പ് ലോഡിങ് വരാം. ഫോർ എക്സാമ്പിൾ ടെൻഷൻ ഫോഴ്സ് വരാം, അതുപോലെ തന്നെ ഇതിനകത്ത് കംപ്രസീവ് ഫോഴ്സ് വരാം, അതുപോലെ ഇതിനകത്ത് എന്ത് ഡെവലപ്പ് ചെയ്യാം? ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ ഇത്തരം ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിന് ഒരിക്കലും എനിക്ക് ഈ യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ട്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം കേസസിൽ അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഒരു കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റം വന്നാൽ അല്ലെങ്കിൽ കമ്പൈൻഡ് ലോഡിംഗ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ട്, അതായത്
ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ yielding എന്നുള്ള ക്രൈറ്റീരിയയും ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ അൾട്ടിമേറ്റ് എന്നുള്ള ക്രൈറ്റീരിയയും എങ്ങനെ യൂസ് ചെയ്യാം, അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് തിയറിയാണ് എന്ന് പറയുന്നത് ഈ തിയറീസ് ഓഫ് ഫെയിലിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് യൂണിയാക്സിയൽ കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റത്തെ യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ടുമായിട്ട് ഇൻഡയറക്റ്റ്ലി കോറിലേറ്റ് ചെയ്യുന്ന, ഇൻഡയറക്റ്റ് ആയിട്ട് ഈ റിസൾട്ട്സിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണെന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. സോ നമുക്ക് മെയിനായിട്ടും 5 തിയറീസ് ഓഫ് ഫെയിലിയർ ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് തിയറി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ തിയറിയും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി ഓർ റാങ്കിൻസ് തിയറിയാണ് പറയുന്നത്. സോ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഫെർദർ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളിവിടെ 1-2 കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ സിസ്റ്റത്തിൽ നോക്കിയാൽ നമുക്ക് എന്തൊക്കെ ഫോഴ്സുകളാണ് ഉള്ളത്. ഒന്ന് ആക്സിയൽ ഫോഴ്സ് ഉണ്ടാവാം. ഇതൊന്ന് എഫ് എന്ന് പറയുന്നത് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്സിയൽ ഫോഴ്സിനെയാണ്. രണ്ടാമത് എം എന്ന് പറയുന്നതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ആണ്. ദെൻ ടോർക്ക് ടി എന്ന് പറയുന്നത് ടേണിംഗ് മൊമെൻറ്റ് അല്ലെങ്കിൽ ടോർക്കിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ആക്സിയൽ ഫോഴ്സ് യൂഷ്വലി ക്രിയേറ്റ് ചെയ്യുന്നത് നോർമൽ സ്ട്രെസ് വിച്ച് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു +or- F/. ആക്സിയൽ ഫോഴ്സ് ആകുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്താവാം കംപ്രഷനോ. അതുകൊണ്ടാണ് +or- ഉണ്ടായത്. പ്ലസ് സൈൻ ഈസ് യൂസ്ഡ് ഫോർ ടെൻഷൻ ആൻഡ് മൈനസ് സൈൻ ഈസ് യൂസ്ഡ് ഫോർ കംപ്രഷൻ. സെവൻത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഡേറ്റാ ബുക്ക് യൂസ് ചെയ്യാം. സോ ദേ ക്യാൻ check the data book equation 1.1a page number 2. Similarly, when we are considering the bending moment, it is also creating some sort of bending stress which is normal in nature, normal type bending stress, so which is equal to m by z. So where z is the section modulus. So this is referred in equation 1.1b page number 2. Then comes the torsional moment or torque or turning moment, which will create some shear stress tau value, and that can be written as T by Zp, where Zp is the polar section modulus, and this is referred in equation 1.1d page number 2. So the value of section modulus and polar section modulus has been given in table 1.3a and 1.3b page number 12 to 14 or 15. ആ റേഞ്ചിൽ ആ വാല്യൂസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് മെയിനായിട്ടും കമ്പൈൻഡ് ലോഡിങ്ങിൽ വരുന്നത്. ഓൾറെഡി മൊഡ്യൂൾ 1-ലെ ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സ്ട്രെസ്സസും ആപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ പ്രിൻസിപ്പൽ സ്ട്രെസ് σ1 or minimum principal stress σ2 and tau max, how these can be calculated. അപ്പം ഞാനിവിടെ പറയുന്നത് എൻ്റെ ആക്സിയൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ ഞാൻ യൂഷ്വലി സിഗ്മ വാല്യൂ എന്ന് എഴുതുന്നെങ്കിലും അതിനെ ഞാൻ സിഗ്മ XX എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ സിഗ്മ YY എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ tau XY എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ σ1 അക്കോർഡിംഗ് ടു പ്രിൻസിപ്പൽ സ്ട്രെസ്, the maximum or major principal stress σ1 can be written as sigma xx plus sigma yy divided by 2 plus root of sigma xx minus sigma yy by 2 the whole square plus tau xy square. If we put a negative sign in between these, we will get the minimum or minor principal stress, and the maximum shear stress can be obtained from σ1 minus σ2 divided by 2. If you refer the data book, the equations 1.8c, D and F, page number 5. So these equations are in the data book itself. So അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ലോഡിങ് വരുവാണെങ്കിൽ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതുപോലെ പറയുന്ന സിസ്റ്റത്തിലെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്
മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ കോംപ്ലക്സ് സിസ്റ്റത്തിൽ നിന്നും, അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോംപ്ലക്സ് സിസ്റ്റം, ഈ കോംപ്ലക്സ് സിസ്റ്റത്തിൽ നിന്നും ഞാൻ ഇവനെ എന്താക്കുന്നു, നോർമൽ സ്ട്രെസ്സിലേക്ക് അവനെ കൺവേർട്ട് ചെയ്യുന്നു. സോ നോർമൽ സ്ട്രെസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താ, നമ്മൾ യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റിൽ നമുക്ക് നോർമൽ സ്ട്രെസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ റിസൾട്ട്സുമായിട്ട് ഇവനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യാനായിട്ട് ഏത് വഴി പറ്റും, ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് വഴി നമുക്ക് പറ്റും. അതെങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഇതിപ്പോൾ 2 ഡയമെൻഷണൽ കേസാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഇൻ കേസ് 3 ഡയമെൻഷണൽ കേസ് 3D നമുക്കുള്ള എല്ലാ ഒബ്ജക്റ്റും അല്ലെങ്കിൽ എല്ലാ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, 3 ഡയമെൻഷണലാണ്. അപ്പോൾ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് വരുവാണെങ്കിൽ എങ്ങനെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 ഡയമെൻഷണൽ പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സ്ട്രെസ് ടെൻസർ വെച്ചുകൊണ്ടാണ്, സ്ട്രെസ് ടെൻസർ യൂസ് ചെയ്തുകൊണ്ടാണ്. സോ സ്ട്രെസ് ടെൻസറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിഗ്മ ഐ ജെ എന്നാണ്, സിഗ്മ ഐ ജെ, ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ എക്സ് എക്സ്, ടോ എക്സ് വൈ, ടോ എക്സ് സെഡ്, സിഗ്മ വൈ വൈ, sigma zs. As we know, the diagonal elements, the indices are same, xx, yy, zs. So these stresses are the normal stresses, and the off diagonal elements tau xy, tau xy, tau xz, tau xz, tau yz, tau yz. The off diagonal elements are known as the shear component. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലോഡിംഗ് സിസ്റ്റം തരുന്നതെങ്കിൽ നമുക്ക് ഇതെന്ന് പറയുന്നത് എന്ത് കേസായി, 3D കേസായി. അപ്പോൾ 3D കേസിൽ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ, തൊട്ട് മുന്നേ പറഞ്ഞ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് 3D സ്റ്റേറ്റിന് വേണ്ടി നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ യൂസ് ചെയ്യേണ്ടി വരും. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ യൂസ് ചെയ്യേണ്ടി വരും. Characteristic polynomial means sigma q minus i1 sigma square plus i2 sigma minus i3 equal to 0. This is known as the characteristic polynomial or characteristic equation. So ഈ ഇക്വേഷൻ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് MET 201 പുതിയ സ്കീമിലെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലും കറണ്ട് 2015 സ്കീമിലെ സ്റ്റുഡൻസ് S4-ലെ AMOS അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലും പഠിച്ച ഇക്വേഷനാണ്. സോ ഇവിടെ I1 I2 I3 വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ട്രെസ് ഇൻവേരിയൻസ് എന്നാണ്, സ്ട്രെസ് ഇൻവേരിയൻസ്. സോ നമുക്ക് I1 I2 I3 വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ മെട്രിക്സ് എഴുതാൻ അറിയാവുന്ന ഒരാൾക്ക് I1 I2 I3 വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ I1 means the sum of diagonal elements, that means sigma xx plus sigma yy plus sigma zz. That is our I1 value. And I3 value is nothing but the determinant of the given tensor. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ എനിക്ക് I3 വാല്യൂ. ദെൻ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് I2 കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു കോമ്പിനേഷൻ എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ രണ്ട് വീതം കോമ്പിനേഷൻ, സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ കോമ്പിനേഷൻ ആവാം, അല്ലെങ്കിൽ എനിക്ക് സിഗ്മ വൈ വൈ സിഗ്മ ഇസഡ് ഇസഡ് കോമ്പിനേഷൻ ആവാം, അല്ലെങ്കിൽ എനിക്കിനി പറ്റുന്ന കോമ്പിനേഷൻ ഏതാ, എക്സ് എക്സും ഇസഡ് ഇസഡും കോമ്പിനേഷൻ ആവാം. സോ എക്സും വൈയും കോമ്പിനേഷൻ വരുവാണെങ്കിൽ ഹിയർ ഇറ്റ് വിൽ ബി ടോ എക്സ് വൈ, ഇറ്റ് വിൽ ബി ടോ വൈ ഇസഡ്, and here it will be tau xz. So hence we can calculate I1 I2 I3 value. ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അപ്പോൾ I1 I2 I3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഇതിന് 3 റൂട്ട്സ് കിട്ടും. ആ റൂട്ട്സിനെ നമ്മൾ വിളിക്കുന്നവരാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. 3D ആയതുകൊണ്ട് നമുക്ക് 3 റൂട്ട് സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് കിട്ടും. യൂഷ്വലി വി വിൽ ടേക്ക് സിഗ്മ 1 as the largest value and sigma 3 as the least value. So principal stress, maximum principal stress is sigma 1 and the minimum or the minor principal stress is sigma 3. So അപ്പം ഒരു കോംപ്ലക്സ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ, ഒരു കോംപ്ലക്സ് ലോഡിംഗ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അത് 2D ആയാലും 3D ആയാലും പ്രിൻസിപ്പൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രിൻസിപ്പൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ എൻ്റെ യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റ് വഴി കിട്ടിയ ഡിസൈൻ ക്രൈറ്റീരിയനെ ഈ കോംപ്ലക്സ് സിസ്റ്റവുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ കോറിലേറ്റ് ചെയ്യണം എന്നുള്ളത് അറിയാൻ നമുക്ക് 5 തിയറീസ് ഓഫ് ഫെയിലിയർ ഉണ്ട്. അതിലെ ഫസ്റ്റ് തിയറി ഓഫ് ഫെയിലിയർ ആണ് മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി ഓർ റാങ്കിൻസ് തിയറി. സോ ആ തിയറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. സോ it states that the failure of a mechanical component subjected to biaxial or triaxial, that means 2D or 3D state,
occurs when the maximum normal stress means in 2D and 3D we have written it as sigma 1. So when sigma 1 reaches the yield point for ductile material or ultimate point for brittle material in a simple tension test. That means if sigma 1 greater than or equal to sigma y or greater than or equal to sigma u in case of brittle material, then the material will fail. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ സിഗ്മ വൈനെ എക്സീഡ് ചെയ്താൽ അല്ലെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയാൽ ഫെയിൽ ആകും. ബ്രിട്ടിൽ മെറ്റീരിയലിനെ സംബന്ധിച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്നുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാൽ ഈ മെറ്റീരിയൽ ഫെയിൽ ആകും. അപ്പോൾ ലിമിറ്റിംഗ് കേസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ വൈ ഓർ സിഗ്മ യു. ദിസ് ഈസ് ദ ലിമിറ്റിംഗ് കേസ്. സോ അപ്പോൾ നമ്മൾ ഒരിക്കലും ഏതൊരു മെഷീൻ കമ്പോണൻ്റ് ആയാലും അതിൻ്റെ മാക്സിമം വാല്യൂവിൽ നമ്മൾ ഡിസൈൻ ചെയ്യത്തില്ല. കാര്യം നമ്മളെപ്പോഴും ഒരു അലവൻസ് കൊടുക്കും. വൈ? ബിക്കോസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടായാൽ അതെന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? അതിൻ്റെ മാക്സിമം വാല്യൂവിനെ എക്സീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കമ്പോണൻറ്റ് ഫെയിലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈൽഡ് പോയിന്റിൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റിനേക്കാളും താഴെ ആയിരിക്കും നമ്മൾ എന്ത് നിർത്തിയിരിക്കുന്നത്? വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ്സിനെ നിർത്തിയിരിക്കുന്നത്. അപ്പം ആ വർക്കിംഗ് സ്ട്രെസ്സും സിസ്റ്റത്തിലെ മാക്സിമം സ്ട്രെസ്സിനെയും കൂടെ നമ്മൾ കോറിലേറ്റ് ചെയ്യുന്ന ടേമാണ് എന്തെന്ന് പറയുന്നത്? ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ മീൻസ് ഇറ്റ് ഈസ് yield strength divided by working stress or design stress sigma e, whereas for a brittle material the maximum stress value is ultimate strength. So for brittle material ultimate strength divided by the working stress or design stress sigma e. So factor of safety is usually represented by the letter n. Also നമ്മൾ ടെൻഷൻ ടെസ്റ്റ് ആയാലും കംപ്രഷൻ ടെസ്റ്റ് ആയാലും നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന yield strength in tension and yield strength in compression are same. Similarly, ultimate strength in tension and ultimate strength in compression are also taken as the same value. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ കുറച്ചും കൂടി സേഫ് ആക്കാൻ വേണ്ടി അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ ഡിസൈൻ ദ മെറ്റീരിയൽ വിൽ നോട്ട് ഫെയിൽ ഇഫ് സിഗ്മ 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു sigma y divided by n or sigma u divided by n. So that means sigma 1 is equal to sigma I. This is the limiting condition. So this has been written in equation 2.8a, page number 21 of data book by K. Mahadevan. So അപ്പോൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് അതായത് സിഗ്മ 1 എന്ത് ചെയ്യാൻ പാടില്ല? അതിലെ വർക്കിംഗ് സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ്സിനെ എക്സീഡ്. ഇതാണ് സേഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സേഫസ്റ്റ് കണ്ടീഷൻ. ഇത് ലിമിറ്റിംഗ് കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ എത്തുകയോ അല്ലെങ്കിൽ ഈ കണ്ടീഷൻ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മെറ്റീരിയൽ ഫെയിലായി പോകും. ഇവിടെ എല്ലാം നമ്മൾ അസ്യൂം ചെയ്യുന്നത് എൻ്റെ സിഗ്മ 1 ആണ് എൻ്റെ എന്തെന്ന് പറയുന്നത് ലാർജർ വാല്യൂ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ക്ലിയർ? ഇനി എങ്ങനെയാണ് റീജിയൻ ഓഫ് സേഫ്റ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അപ്പോൾ റീജിയൻ ഓഫ് സേഫ്റ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു 2 ഡയമെൻഷണൽ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു 2 ഡയമെൻഷണൽ കേസ്, അതായത് എനിക്ക് സിഗ്മ 1ഉം സിഗ്മ 2 ആണല്ലോ. 2D കേസ് സിഗ്മ 1, സിഗ്മ 2. അപ്പം ഞാൻ അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് വരയ്ക്കാൻ വേണ്ടി ഞാനൊരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. സോ വി ആർ ക്രിയേറ്റിംഗ് എ പ്ലോട്ട് ഓൺ വിച്ച് ദ x axis represent sigma 1 and the y axis represent sigma 2. So this will be your minus sigma 2 and this will represent your minus sigma 1. This is your origin. So നമ്മൾ പറഞ്ഞു സിഗ്മ വൈ ടി ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞു? സിഗ്മ വൈ സി ആണെന്ന് അസ്യൂം ചെയ്തു. അതുപോലെ അതിനെ ഞാനങ്ങ് സിഗ്മ വൈ എന്ന് എഴുതി. അപ്പം ഞാനൊരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലാണ് ഈ റീജിയൻ ഓഫ് സേഫ്റ്റി വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം അസ്യൂം ചെയ്യുകയാണ് ഇഫ് ഫസ്റ്റ് കേസ് വിചാരിക്കുക, ഇഫ് സിഗ്മ 1 ഗ്രേറ്റർ ദാൻ സിഗ്മ 2, ഇഫ് സിഗ്മ 1 ഗ്രേറ്റർ ദാൻ സിഗ്മ 2. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സിഗ്മ 1 മാക്സിമം എവിടെ വരെ ആക്കാം? സിഗ്മ വൈ വരെ ആകാം അല്ലേ? ടെൻഷൻ ആണെങ്കിൽ സിഗ്മ വൈ ടി വരെ ഇവിടെ വരെ. So this point represent our yield strength. So we can draw a vertical line over here.
സോ അപ്പം സിഗ്മ 1 അപ്പോൾ ഇങ്ങോട്ട് ഏത് പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് എന്തിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫെയിലിയറിനെ ആയിരിക്കും റെപ്രസെൻറ്റ്. അപ്പോൾ ലിമിറ്റിംഗ് പോയിന്റ് ഇതാ. ഈ പോയിന്റിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫെയിലിയർ ഉണ്ടാവും. സിമിലർലി നെഗറ്റീവ് സൈഡിലേക്ക് സെയിം വാല്യൂ, ഇത് സിഗ്മ വൈറ്റ് എന്ന് എഴുതി അതേ വാല്യൂ തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് വരച്ചു. ദിസ് ഈസ് അവർ സിഗ്മ വൈ സി. കംപ്രസ് ചെയ്തെന്ന് എഴുതുന്നതാണ് ഞാൻ പിന്നെയും മൈനസ് സൈൻ ഇടാത്തത്. സോ ഇവിടെ ലിമിറ്റിനെ എന്താ വരച്ചു? സോ അപ്പോൾ ഈ പോയിന്റിനെ, ഈ ഒരു ലൈനെ എക്സീഡ് ചെയ്ത് ഇങ്ങോട്ട് ഏത് പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഫെയിലിയർ പോയിന്റാണ്. ഇനി നേരെ മറിച്ച് ഞാൻ വിചാരിക്കുകയാണ്, ഇഫ് സിഗ്മ 2 ഈസ് ഗ്രേറ്റർ ദാൻ സിഗ്മ 1, ഇഫ് സിഗ്മ 2 ആണ് മേജർ വാല്യൂ അല്ലെങ്കിൽ മാക്സിമം നോർമൽ സ്ട്രെസ് എങ്കിൽ അപ്പോൾ എനിക്ക് എഴുതാം സിഗ്മ 2 ഈക്വൽ ടു എന്താണ്? സിഗ്മ വൈ ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ എന്താണെന്ന് നോക്കി, ഇവിടെ സിഗ്മ വൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ സിഗ്മ വൈ. അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ എന്താ വരച്ചു, ഇവിടെ അതുപോലെ ഞാൻ താഴെ ഒരു ലൈൻ വരച്ചു. ഇതപ്പോൾ എൻ്റെ സിഗ്മ വൈ ടി വൈ സി ആൻഡ് ഹിയർ ഇറ്റ് ഈസ് വൈ ടി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയതാ ഇവിടെ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് കിട്ടും അല്ലേ? സോ ഒരു സ്ക്വയർ ഷേപ്പ് ഏരിയ കിട്ടി. അപ്പോൾ ഈ ഏരിയനെ വിളിക്കുന്നവരാണെന്ത്? നമ്മൾ റീജിയൻ ഓഫ് സേഫ്റ്റി എന്ന് പറയും. റീജിയൻ ഓഫ് സേഫ്റ്റി. അപ്പം റീജിയൻ ഓഫ് സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് ഇപ്പോൾ ഒരു 2D ഗ്രാഫ് ആയതുകൊണ്ട് നമുക്ക് ഏത് പോയിന്റിനെയും സിഗ്മ 1 സിഗ്മ 2 എന്ന് എഴുതുന്നത്, എക്സ് കോമ വൈ എന്ന് എഴുതുന്നത് സിഗ്മ 1 സിഗ്മ 2. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റ് ഇതിന് ഔട്ട്സൈഡ് വരുവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ വന്നു അത് എന്തിനായിരിക്കും റെപ്രസെൻറ്റ്? ഫെയിലിയർ. ഇവിടെ വന്നു അതെന്താണ്? ഫെയിലിയർ. ഇവിടെ വന്നു അതെന്താണ്? ഫെയിലിയർ. എന്നാൽ അകത്ത് എവിടെ വന്നു കഴിഞ്ഞാലും അതെല്ലാം എന്താണ്? എൻ്റെ സേഫ് പോയിന്റുകളാണ്. ഇനി ഞാൻ മാർജിൻ ഓഫ് സേഫ്റ്റി ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഈ കർവിനെ നമുക്കൂടെ ഒന്നും കൂടെ ചെറുതാക്കിയായിരിക്കും. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്യുമ്പോഴത്തേനും സോ ദിസ് ബിക്കംസ് സിഗ്മ വൈ സി ഡിവൈഡഡ് ബൈ എൻ. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് സിഗ്മ വൈ സി ഡിവൈഡഡ് ബൈ എൻ. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് സിഗ്മ വൈ ടി ഡിവൈഡഡ് ബൈ എൻ. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് സിഗ്മ വൈ ടി ഡിവൈഡഡ് ബൈ n. So we'll get a curve like this. So this is the safest region. നമ്മളിവിടെ എന്താണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് വെളിയിലേക്ക് പോകുന്തോറും നമുക്ക് ഫെയിൽ ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് തിയറീസ് ഓഫ് ഫെയിലിയറിലെ ഫസ്റ്റ് തിയറി, മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി ഓർ ദ റാങ്കിൻസ് തിയറി. അപ്പം ഈ തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ടും ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് എല്ലാം ഷോ ചെയ്യുന്നത് ദീസ് തിയറി ഹോൾഡ്സ് ഗുഡ് ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഓൺലി. ഇതിനകത്ത് മെറ്റീരിയലിൻ്റെ ഡക്റ്റൈൽ മെറ്റീരിയലിനകത്ത് ഷിയറിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഷിയറിംഗ് ബിഹേവിയറിനെ പറ്റി ഈ തിയറി ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തിയറി ഡക്റ്റൈൽ മെറ്റീരിയൽസിന് സ്യൂട്ടബിൾ അല്ല, പകരം ബ്രിട്ടിൽ മെറ്റീരിയൽസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള തിയറിയാണ് എന്തെന്ന് പറയുന്നത് റാങ്കിൻസ് തിയറി അല്ലെങ്കിൽ മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി എന്ന് പറയുന്നത്. സോ നമുക്ക് മെയിനായിട്ടും 5 തിയറീസ് ഓഫ് ഫെയിലിയർ ആണുള്ളത്. അതിൽ ഫസ്റ്റ് തിയറി ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള തിയറീസ് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.